ഉണ്ണിമുകുന്ദന്റെ മാർക്കോ സിനിമ വരുന്നതിന് മുമ്പ് കേരളത്തിൽ ഈ ലോകത്തിൽ പ്രത്യേകിച്ച് ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു എന്നാണ് ചില ആൾക്കാരുടെ കമന്റ്സ് കാണും എനിക്ക് തോന്നുന്നത്. ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ മാത്രം ഒരു ടീനേജറും വഴിതെറ്റി പോകാനുള്ള കംപ്ലീറ്റ് സാധ്യത ഇല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കുട്ടികളിൽ ഉണ്ടാവുന്ന ബിഹേവിയറൽ കൺസേൺസ് അവരുടെ ജനറ്റിക്, അവരുടെ സൈക്കോളജിക്കൽ, അവരുടെ പേരൻസിന്റെ അപ്ബ്രിങ്ങിങ്, പിന്നെ സൊസൈറ്റൽ ഇൻഫ്ലുവൻസ്, ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഒരാൾ ഒരു ക്രൈം ചെയ്യുന്നത്. ഇപ്പം ദൃശ്യം മോഡലിൽ ഒരാൾ ഒരു കാര്യം ചെയ്തു, വേറൊരു മാർക്കോ കണ്ട് നാളെ ഒരാൾ ഒരു കാര്യം ചെയ്തു, അസ്യൂമിങ് ഹൈപ്പോത്തറ്റിക്കലി സ്പീക്കിംഗ്, അതിന് ഉത്തരവാദി ആ സിനിമ എടുത്ത ആളും ഈ സമൂഹത്തിൽ ഉണ്ടാവുന്ന എല്ലാ തെറ്റുകളും ഇതുപോലെയുള്ള സിനിമകളിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓക്കെ, മാൻ ഇസ് ഇൻഹെറന്റ്ലി ഈവിൾ, ചീത്ത കാര്യങ്ങളിലേക്കായിരിക്കാം കൂടുതൽ നമ്മുടെ ശ്രദ്ധ പോകുന്നത്. പക്ഷേ ക്രൈമും സൈക്കോളജിക്കലി എന്താ പറയുക, പാത്തോളജിക്കൽ ആയിട്ടുള്ള എല്ലാ ബിഹേവിയേഴ്സും സിനിമകളിലേക്ക് മാത്രം പോയിന്റ് ചെയ്യുന്നത് ഇറ്റ്സ് വെരി ഡസന്റ് വർക്ക് ദാറ്റ് വേ. അങ്ങനെയല്ല അത് വർക്ക് ചെയ്യുന്നത്. ലെറ്റ് ദ മാൻ ഹാവ് എ മൊമെന്റ് ടു എൻജോയ് ഹിസ് മൂവി. അങ്ങനെയാണെങ്കിൽ ആനിമൽ എല്ലാവരും ഇവിടെ പ്രൈസ് ചെയ്തുകൊണ്ട് നടന്നല്ലോ. നോബഡി ഹാഡ് എൻ ഇഷ്യൂ വിത്ത് ആനിമൽ. അതൊരു ക്യാരക്ടറാണ്, ബോർഡർ ലൈൻ ട്രേറ്റ്, എന്താ പറയാ, ഒരു ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ട്രേറ്റ് ക്യാരക്ടറൈസ് ചെയ്തതാണ്. മനസ്സിലായോ? അതുപോലെ ഓരോ മൂവീസും പല രീതിയിലുള്ള മെസ്സേജസ് സൊസൈറ്റിക്ക് തരുന്നുണ്ട്. മാർക്കോ ഇസ് വൺ കൈൻഡ് ഓഫ് എ മൂവി ദാറ്റ് യു ഡോണ്ട് ഹാവ് ടു ടേക്ക് എ മെസ്സേജ് സംടൈംസ്. ചിലപ്പോൾ മൂവിയായിട്ട് കാണാൻ നമ്മൾ പഠിക്കണം. ആ മൂവി ഇറങ്ങിയതിന് ശേഷം അതിനു മുമ്പുള്ള കേരളം വളരെ നന്മ നിറഞ്ഞ കേരളമാണോ? ഗോവിന്ദചാമി ക്രൈം ചെയ്തതൊക്കെ അതിന് മുമ്പല്ലേ? പല ഡ്രഗ് ഇൻസിഡൻസും അതിന് മുമ്പല്ലേ ഉണ്ടായത്? പിന്നെ ഇപ്പൊ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് ഉള്ള കാര്യം, എല്ലാ ന്യൂസും നമ്മൾ അറിയുന്നു. ഇതിന് ഐഡിയലായിട്ട് ഉണ്ണി മുകുന്ദനെയും അല്ലെങ്കിൽ കുഞ്ചാക്കോ ബോബനെയും ജഗദീഷിനെയൊക്കെ കുറ്റപ്പെടുത്താതെ ഓരോ സ്കൂളുകളിലും ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് വേണം. ഓരോ കുട്ടിയുടെ മാനസിക നില ചെക്ക് ചെയ്യണം. അല്ലാതെ ഒരു ട്രാൻസ്ജെൻഡറിന്റെ മൂവി കണ്ടു ഒരു കുട്ടി ട്രാൻസ്ജെൻഡർ ആയി, ഒരു കുട്ടി ഗേ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു മൂവി കണ്ടു ഗേ ഓറിയന്റഡ് ആയി. നോ, ഇറ്റ് ഡസന്റ് വർക്ക് ദാറ്റ് വേ. ഇതിനെല്ലാം ഒരു ബയോളജിക്കൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട്. കൈൻഡ്ലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ബിഫോർ പാസിംഗ് സ്റ്റുപ്പിഡ് കമന്റ്സ്. ഡോക്ടർ ഗായത്രി മേനൻ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്.